സാന്റിയാഗോ ബെർണബ്യൂ അത് വെറുമൊരു പേരല്ല. അതിൽ കാൽപന്തിന്റെ ചരിത്രവും മാഡ്രിഡുകാരുടെ ശ്വാസവും ചേർന്നിട്ടുണ്ട്. ബെർണബ്യൂവിന്റെ വിശ്വാസമുള്ളിടത്തോളം കാലം റയൽ തോറ്റെന്ന് പറയാനാകില്ല. ആ വിശ്വാസത്തിലും പ്രാർത്ഥനകളിലുമാണ് റയൽ കംബാക്കുകളും മിറാക്കിളുകളും സാമ്രാജ്യങ്ങളും കെട്ടിപ്പടുത്തത്. പക്ഷേ ഇന്നലെ ബെർണബ്യൂ നൽകിയത് അധികം കണ്ടുപരിചയമില്ലാത്ത ദൃശ്യങ്ങളാണ്. വെള്ളക്കർച്ചീഫുകളുമായാണ് പലരും ഇന്നലെ ബെർണബ്യൂവിലേക്ക് നടന്നെടുത്തത്. ഒരു സ്പാനിഷുകാരൻ വെള്ളക്കർച്ചീഫ് കയ്യിലേന്തണമെങ്കിൽ അവരെ അത്രയും മുറിവേൽപ്പിക്കുന്നത് എന്തോ ഒന്ന് ലോസ് ബ്ലാങ്കോസിനുള്ളിൽ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തം. സ്പാനിഷ് ഭാഷയിൽ പാഞ്ഞോളോദ അഥവാ വെള്ളക്കർച്ചീഫ് പ്രയോഗമെന്നാൽ അത് വെറുമൊരു പ്രതിഷേധമല്ല, അത് കാണികളുടെ കോടതിയാണ്. ഇന്നലെ ബെർണബ്യൂവിൽ ലെവന്റെക്കെതിരെ വിജയിച്ചിട്ടും ആരാധകർ ഈ രീതിയിൽ പ്രതിഷേധിച്ചത് ക്ലബിൻ്റെ കളിരീതിയിലും മാനേജ്മെൻറ്റിൻ്റെ തീരുമാനങ്ങളിലും അവർക്ക് എത്രത്തോളം രോഷമുണ്ടെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാനാണ്. ബെർണബ്യൂ ഒരു ജഡ്ജ്മെന്റ് ഡേ ഭാവത്തിൽ നിന്നപ്പോൾ പല വിഗ്രഹങ്ങളും അതിൽ വീണുടഞ്ഞു. വിനീഷ്യസ് ജൂനിയറും ജൂഡ് ബെല്ലിംഗാമും എതിരാളികളെ ദഹിപ്പിക്കാൻ പോകുന്ന ബെർണബ്യൂവിന്റെ വന്യഭാവം ആദ്യമായി അറിഞ്ഞു. എന്തിനേറെ, സർവാധിപനായി റയൽ ദേശം ഭരിക്കുന്ന പെരസിന്റെ കസേരയ്ക്ക് വരെ ഇന്നലെ ഗാലറിയിൽ നിന്നും ചോദ്യങ്ങളുയർന്നു. ഇന്നലെ ലെവന്റെയുടെ എതിരില്ലാത്ത 2 ഗോളിന് റയൽ വിജയിച്ചു കയറിയെങ്കിലും അവർ ആ മത്സരം തങ്ങളുടെ കാണികൾക്ക് മുന്നിൽ അടിയറു വെച്ചാണ് ഗാലറി വിട്ടത്. നട്ടുച്ച നേരത്തും 70,000-ൽ പരം കാണികളാണ് മത്സരം കാണാൻ ഇരമ്പിയെത്തിയത്. ഈ കണക്കും കാഴ്ചയും ബെർണബ്യൂവിന് പുതിയതല്ല. പക്ഷേ മാഡ്രിഡ് നഗരവും ബെർണബ്യൂവും ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു അനുഭവമാണ് സ്വന്തം ടീമിന് ഇന്നലെ ആരാധകർ നൽകിയത്. റയലിന്റെ മത്സരങ്ങളിൽ അവരുടെ ഗാലറിയിൽ നിന്നും വിലക്കപ്പെട്ട ആരാധക കൂട്ടമാണ് അൾട്രാസോർ. റയൽ ആരാധക കൂട്ടങ്ങളിലെ ഏറ്റവും അപകടകാരികളായ സംഘം. അവരുടെ ചാൻഡുകളും ചെയ്തികളും തടഞ്ഞു നിർത്താനാവാതെയാണ് ക്ലബ്ബ് അവരെ ഗാലറിയിൽ നിന്നും അകറ്റി നിർത്തിയത്. എന്നാൽ മറ്റു ആരാധക കൂട്ടങ്ങൾ കൂടി അതേ രീതിയിലേക്ക് ഉയർന്നാലോ? കൂവിയാർക്കുന്ന സ്വന്തം കാണികൾക്ക് മുന്നിൽ അവർക്ക് പന്ത് തട്ടേണ്ടി വരും. ഒരു ടീമിന് ലഭിക്കാവുന്ന ഏറ്റവും മോശം അവസ്ഥയിൽ അവർക്ക് 90 മിനിറ്റും കളിച്ച് പൂർത്തിയാക്കേണ്ടി വരും. സൂപ്പർ കപ്പിൽ ബാഴ്സയോടും കോപ്പ ഡെൽ റേയിൽ ആൽബസെറ്റയോടും തോറ്റു മടങ്ങിയപ്പോൾ തന്നെ റയലിന്റെ സകല ആരാധക കൂട്ടങ്ങളും ടീമിലും മാനേജ്മെന്റിലും വിശ്വാസം നഷ്ടപ്പെട്ട രീതിയിലായിരുന്നു പ്രതികരിച്ചത്. അൾട്രാസൂർ തങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ ഫ്ലോറന്റീനോ പെരസിന്റെ രാജി ആവശ്യപ്പെട്ടു തുടങ്ങിയിട്ട് നാളേറെയായി. ഒടുവിൽ സോഷ്യൽ മീഡിയയെ പിടിച്ചു കുലുക്കിക്കൊണ്ട് ആ വാർത്ത വന്നു. ലെവാന്റെക്കെതിരായ ഹോം മത്സരത്തിൽ ബെർണബ്യൂ ഗാലറി സ്വന്തം ടീമിനെതിരെ കൂവാനൊരുങ്ങുന്നു. സകലയിടത്തും ഇതുതന്നെയായിരുന്നു ചർച്ചാ വിഷയം. ആരാധകർ ഇത്തരം പ്രതിഷേധങ്ങളിലേക്ക് കടന്നാൽ ആജീവനാന്ത വിലക്കുൾപ്പെടെ കടുത്ത നടപടികളിലേക്ക് ക്ലബ്ബ് കടക്കുമെന്ന് അടുത്ത വൃത്തങ്ങൾ അറിയിച്ചിരുന്നു. എന്നാൽ തങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനായിരുന്നു റയൽ ആരാധകരുടെ തീരുമാനം. മത്സരത്തിന് മുമ്പ് ഗാലറിയിൽ നിന്നും കൂവലുകൾ മാത്രമാണ് ഉയർന്നു കേട്ടത്. റയൽ എന്ന നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള ഒരു ക്ലബിന്റെ ഏറ്റവും മോശം ദിവസങ്ങളിലൊന്ന്. ഫ്ലോറന്റീനോ പെരസ്, നിങ്ങൾ രാജിവെക്കുക. ആ ഗാലറിയുടെ സ്വരം അതുമാത്രമായിരുന്നു. ടീം ലൈനപ്പ് സ്റ്റേഡിയത്തിൽ ബിഗ് സ്ക്രീനിൽ തെളിഞ്ഞപ്പോൾ ഓരോ താരത്തിനും ലഭിച്ചത് കൂവലുകൾ മാത്രം. കളിക്കിറങ്ങും മുമ്പ് ടണലിൽ വിനീഷ്യസ് ജൂനിയറിനെ കരയിപ്പിക്കാൻ ഇത് തന്നെ ധാരാളമായിരുന്നു. നായകൻ ഫെഡറിക്കോ വാൽവേർഡെ, ജൂഡ് ബെല്ലിംഗാം, വിനീഷ്യസ് ജൂനിയർ എന്നിവർ എടുത്ത ഓരോ ടച്ചിനും കൊടുത്ത ഓരോ പാസിനും കൂവലുകൾ മാത്രമായിരുന്നു അകമ്പടി. ഈ താരങ്ങളുടെ ഈഗോ മുൻ പരിശീലകൻ സാബി അലോൻസോയുടെ പുറത്താക്കലിന് കാരണമാക്കിയെന്ന വാർത്തകൾക്ക് ആരാധകരിൽ നിന്നുള്ള പ്രതികരണമായിരുന്നത്. റയലിന്റെ റെമോണ്ടാഡകൾ പലതും കൊണ്ട് കോരിത്തിരിച്ച ബെർണബ്യൂ എന്ന ആദ്യമായി ലോസ് ബ്ലാങ്കോസിനൊരു എവേ ഗാലറി പോലെ അനുഭവപ്പെട്ടു. കിലിയൻ എംബാപ്പയും ഗോൺസാലോ ഗാർഷ്യയും മാത്രമാണ് ആരാധക പ്രതിഷേധത്തിന് ഇരകളാകാതെ പോയത്. അവരുടെ പേര് സ്ക്രീനിൽ തെളിഞ്ഞപ്പോൾ ആദ്യമായി ആ ഗാലറിയിൽ നിന്നും കയ്യടികൾ ഉയർന്നു. അവർ മാത്രം ആരാധകരുടെ വായ്ത്തുപാട്ടിന് താളമായി. കളിക്കാരനായി പലതും നേടിയെടുത്ത ടീമിലേക്ക് പരിശീലകനായി ഒരു മടക്കം ഏതൊരു താരവും ആഗ്രഹിക്കുന്ന സ്വപ്നതുല്യമായ ഒരു നിമിഷമാണത്. പക്ഷേ അൽവാരോ അർബലേവ എന്ന സ്പാനിഷ് താരത്തിന് ഇതൊരു കൈപ്പേറിയ ഓർമ്മ മാത്രമായി മാറി. ആദ്യ മത്സരത്തിൽ 2ാം ഡിവിഷൻ ടീമിനോട് തോറ്റുമടങ്ങി. ആദ്യ ഹോം മത്സരത്തിലാകട്ടെ കാണികൾ കൂവലോടെയാണ് വരവേറ്റത്, അതും സ്വന്തം ജന്മദിനത്തിൽ. ആൽബസെറ്റക്കെതിരെ എംബാപ്പയെയും കോർട്ടോയ്സിനെയും ടീമിൽ ഉൾപ്പെടുത്തിയില്ല. ലെവാന്റെക്കെതിരെ റോഡ്രിഗോ, ലുനിൻ എന്നിവർക്ക് സ്ക്വാഡിൽ പോലും ഇടമില്ല. അക്കാഡമി താരങ്ങൾക്ക് കൂടുതൽ അവസരം നൽകി നാളിതുവരെയുള്ള റയൽ പരിശീലകരുടെ സകല പോളിസിയും അർബലോവ തിരുത്തിക്കുറിക്കുകയാണ്. പോയ ഒരാഴ്ച കാലമായി റയലിന്റെ പരിശീലക ഗ്രൗണ്ടിലും പരിസരത്തുമായി പെരസിനും മാനേജ്മെന്റിനുമെതിരെ നിരന്തര പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നുണ്ട്. പെരസ് ഈ ടീം നശിപ്പിച്ചു എന്നും അയാൾ രാജിവെച്ച് കടന്നു പോകണമെന്നും ആരാധകർ ബാനറുകളിലൂടെ ആവശ്യപ്പെടുന്നു. ക്ലബിനെ രക്ഷിക്കാൻ സിദാൻ മടങ്ങി വരണം എന്ന് ആവശ്യപ്പെടുന്നവരും ഏറെയാണ്. ലാലിഗയിൽ 19ാം സ്ഥാനക്കാരായ ലെവാന്റെക്കെതിരെ നേടിയ 2 ഗോളിന്റെ വിജയം ആരാധകർക്ക് പൂർണ്ണ തൃപ്തിയൊന്നും സമ്മാനിച്ചിട്ടില്ല. സീസണിൽ ഇത്തിരി കുഞ്ഞൻ ടീമിനോട് പോലും ആധികാരിക ജയം നേടാനാവാത്തത് അവരെ അസ്വസ്ഥരാക്കുന്നുണ്ട്. ഈ പ്രതിസന്ധികൾ മറികടക്കാനും തന്റെ സ്ഥാനം സുരക്ഷിതമാക്കാനും പെരസ് ഇനി എന്തു ചെയ്യും എന്നതിലേക്കാണ് കണ്ണുകളെല്ലാം നീളുന്നത്. ബെർണബ്യൂവിന്റെ വിശ്വാസം വീണ്ടെടുക്കുക എന്നതാണ് പെരസിന് ഇനിയുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. ഗാലറിക്ക് മുന്നിൽ തലകുനിച്ച താരങ്ങൾ വരാനിരിക്കുന്ന ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളിലും ലീഗിലും മികച്ച പെർഫോമൻസ് നടത്തിയാൽ മാത്രമേ ഡിസ്റ്റാവീര്യം തിരികെ ലഭിക്കൂ. പ്രതിരോധ നിരയിലെ പരിക്കുകളും പാളിച്ചകളും പരിഹരിക്കാൻ
ജനുവരിയിൽ വലിയൊരു തുക റയൽ ചിലവിടുക എന്നതാണ് മറ്റൊരു മാർഗം. പ്രത്യേകിച്ച് ഒരു സെൻട്രൽ ബാക്കിനെയും വിശ്വസ്തനായ ഒരു വിംഗ് ബാക്കിനെയും ടീമിലെത്തിക്കുക എന്നത് റയലിന് അനിവാര്യമാണ്. ആരാധകർക്ക് വിശ്വാസം നഷ്ടപ്പെട്ട ചില വൻ താരങ്ങളെ മാറ്റി നിർത്താനോ അല്ലെങ്കിൽ ടീമിൽ അവരുടെ സ്വാധീനം കുറയ്ക്കാനുള്ള നീക്കങ്ങൾക്കും പെരസ് മുതിർന്നേക്കാം. അല്ലെങ്കിൽ അർബലോവയെ ബലിയാടാക്കി മറ്റൊരു സർപ്രൈസ് മാനേജറെ എത്തിക്കാനും പെരസിന് പദ്ധതിയുണ്ടാകും. അഥവാ ബേണബ്യൂവിൽ നാടകീയ ദിവസങ്ങളാണ് ഇനി വരാൻ ഒരുങ്ങുന്നത്.